ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സമാധി ചടങ്ങുകളിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ ചടങ്ങുകളെല്ലാം നടത്തിയാൽ മതി, വേറെ വെളിയിലുള്ള ആരും വേണ്ട. എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും അറിയിക്കുകയോ എന്തായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സമാധി പീഠത്തിൽ നിന്ന് ഈ ഋഷിപീഠത്തിൽ നിന്ന് അച്ഛനെ താഴേക്ക് ഇറക്കുന്നു അല്ലേ നിങ്ങൾ? ഇല്ല, ഋഷി പീഠത്തിൽ സമാധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ കുളിച്ചിട്ടാണല്ലോ രാവിലെ ക്ഷേത്രത്തിൽ കയറുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നത്, അപ്പോൾ അതിന് ശേഷമാണല്ലോ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത്. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സമാധി ആകുമ്പോൾ അവിടെ നനക്കാൻ പാടില്ല. അതാണ് അതിൻ്റേതായിട്ടുള്ള ഹിന്ദു ആചാരം അനുസരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്ന് സമാധി ആയ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഇരുന്നത്. പിന്നെ അതിനുശേഷം ഒരു അനക്കമൊന്നും നമ്മൾ അനക്കിയിട്ടൊന്നുമില്ല. അതിനുശേഷം എന്താ ചെയ്തത്? അതിന് മുകളിലേക്ക് സ്ലാബ് വെക്കുകയായിരുന്നോ ചെയ്തത്? പിന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാർ, അത് 3 സൈഡ് ഓപ്പൺ അല്ലേ, 3 സൈഡ് ഓപ്പൺ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ചുടുകല്ല് കൊണ്ടിട്ട് സൈഡ് കെട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭസ്മവും കർപ്പൂരവും അതിലിട്ടിടാൻ പറ്റുള്ളൂ. അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സൈഡും കെട്ടിയെടുത്ത് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും അച്ഛൻ്റെ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്.